മക്കളെ, 1+ അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏതാ ഫസ്റ്റ് ചാപ്റ്റർ? നമ്മുടെ അറിയാനും പ്രതികരിക്കാനും അല്ലെങ്കിൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ്. ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് നമ്മൾ ഈ ഓരോ സെക്ഷനിലൂടെ പരിചയപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? ഈ അറിയാനും പ്രതികരിക്കാനും അല്ലെങ്കിൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്? നമ്മൾ ഒരുപാട് വ്യവസ്ഥകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരുപാട് സിസ്റ്റം, ഓർഗൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ കുറേ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടുന്നത്. ഏതാണ്? നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ദെൻ ആ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ചെറിയ സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും പ്രതികരിക്കുക. നിങ്ങൾ എൻ്റെ മുൻപിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ കൂടെ നിങ്ങളും പ്രതികരിച്ചുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുക. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്? എന്താ ഈ അടിസ്ഥാന യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏറ്റവും അടിസ്ഥാനമായിട്ട് അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതെ, ഇഷ്ടികകൾ അല്ലെ. ഓരോ ഇഷ്ടികകൾ ഇങ്ങനെ ചേർത്ത് 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 വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിൽഡിംഗ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ, അതിന്റെ ജനലും വാതിലും പിന്നെ കുറേ സിമെന്റും ബാക്കി കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്താ? അതിന്റെ എന്താണ്? അതെ, ഇഷ്ടികയാണ് അല്ലെ. അതുപോലെ നമ്മൾ ഈ നാഡീ വ്യവസ്ഥ പറയുമ്പോൾ ഈ നാഡീ വ്യവസ്ഥയിൽ കുറേ ആൾക്കാരെ ഇങ്ങനെ ചേർത്ത് 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 വെച്ചിട്ടാണ് ഈ നാഡീ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുള്ളത്. അവരെയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത്. എന്താ മക്കളെ? ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ന്യൂറോണിനെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ന്യൂറോൺ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ? യെസ്, ഇതൊരു കോശമാണ് അല്ലെ, നാഡീകോശമാണ്. പക്ഷെ സാധാരണ കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മരം നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഈ മരത്തിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറേ ശാഖകൾ കാണാൻ പറ്റും. യെസ്, ബ്രാഞ്ചസ് അല്ലെ. ആ വലിയ ബ്രാഞ്ചസ് പിന്നെയും കുഞ്ഞു 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 ബ്രാഞ്ചസ് ആയിട്ട് തിരിയും അല്ലെ, ഷോർട്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിയും. ദെൻ വലിയൊരു മരം, ആ മരത്തിനൊരു വലിയ തടിയുണ്ട്, ആ തടിക്ക് മുകളിലായിട്ട് കുറേ ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസ് പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു. ഓക്കെ, ആ ബ്രാഞ്ചസും അതിന്റെ താഴെ അല്ലെ, ആ മരത്തിന്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെയും കുറേ റൂട്ട്സ് കാണാൻ പറ്റും അല്ലെ. ഇതുപോലെ ഒരു മരം നോക്കിക്കഴിഞ്ഞാല് ആ മരത്തിന്റെ മുകളിൽ നമുക്ക് കുറേ ബ്രാഞ്ചസ് കാണാം. ആ ബ്രാഞ്ചസ് പിന്നെയും കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് തിരിയും അല്ലെ. പിന്നെ അതിനൊരു തായ്തടി ഉണ്ട്, ആ തായ്തടിയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ റൂട്ട്സ് ഉണ്ട് അല്ലെ, വേരുകൾ കാണാൻ പറ്റും. ഈ വേരുകളുടെ എല്ലാം അഗ്രഭാഗത്ത് കുഞ്ഞു മുഴകൾ അല്ലെ, ചെറിയ നോബ്സ് ഉള്ളതായിട്ട് സങ്കല്പിച്ചേ. ഓക്കെ, ഇതുപോലെ ഒരു മരം എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു മരം ഓർമ്മ വന്നോ? അല്ലെ, നല്ല പച്ച അല്ലെ, മുകളിൽ നല്ല പച്ച അതൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു മരം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നോ? മുകൾ ഭാഗത്ത് ഒരുപാട് ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസ് പിന്നെയും കുഞ്ഞു കുഞ്ഞു ചെറിയ ഷോർട്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു. ദെൻ മരത്തിന്റെ ഒരു തായ്തടിയുടെ താഴെ കുഞ്ഞു വേരുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ വേരിന്റെയും അഗ്രഭാഗത്ത് ചെറിയ മുഴകൾ. ഇങ്ങനെ ഒരു മരം എല്ലാവരും സങ്കല്പിച്ചോ? ഏകദേശം ആ ഒരു മരത്തിന്റെ ഘടന പോലെയാണ് നമ്മൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റുക. ഓക്കെ, ദെൻ ന്യൂറോണിന്റെ
ഏറ്റവും മുകൾ ഭാഗം, നമ്മുടെ മരത്തിന്റെ മുകൾ ഭാഗം നമ്മൾ പറഞ്ഞതുപോലെ ന്യൂറോണിന്റെ മുകൾ ഭാഗം, ഏറ്റവും ഫസ്റ്റ് ഭാഗം നിങ്ങളൊന്ന് നോക്കിയേ. എന്താ കാണാൻ പറ്റുക? ഒരു ടിപ്പിക്കൽ സെല്ലില്, സാധാരണ കോശത്തിൽ നമ്മൾ എന്തൊക്കെയാ കാണുക? അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തെല്ലാണ്? ഒരു ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കാണാം. പിന്നെ എന്താണ് മക്കളെ ഉള്ളത്? ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് കാണാൻ പറ്റുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും എന്താ ഉള്ളത്? സൈറ്റോപ്ലാസം അല്ലെ, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ കോശത്തിനെ കവർ ചെയ്ത് കോശത്തിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും? എന്താ കാണാൻ പറ്റുക? എന്താണ്? കോശസ്തരം അല്ലെങ്കിൽ എന്താ പറയും നമ്മൾ അതിനെ? സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു കോശത്തിന്റെ ഘടന എങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, ദെൻ അതിനു ചുറ്റും നമുക്ക് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം കാണാം. ദെൻ ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്ത് പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇത്രയും ഉൾപ്പെടുന്ന ഈ സ്ട്രക്ചറിനെ, ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്നതാണ്, എന്താണ് പറയുന്നത്? സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം. ഓക്കെ, അപ്പൊ നമ്മളെ ന്യൂറോണിന്റെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഒരു ഭാഗം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു മരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കുറേ ശാഖകൾ വരുന്നുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് കുറേ ശാഖകൾ കാണാൻ പറ്റും. ഒരു ടിപ്പിക്കൽ സെല്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ന്യൂറോണിൽ കാണാൻ കഴിയുന്നതാണ് ഇത്തരം ശാഖകൾ. ഈ ശാഖകളെ അല്ലെങ്കിൽ ഈ തന്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. എന്താ മക്കളെ? ഡെൻഡ്രോൺ. അപ്പൊ എന്താണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാല്? ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചെറിയ തന്തുക്കൾ, the short filaments projecting from the cell body. The short filament projecting from the cell body. കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചെറിയ തന്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡെൻഡ്രോണിൽ അവസാനിച്ചോ? ഇല്ല, ഡെൻഡ്രോൺ പിന്നെയും കുഞ്ഞു ശാഖകളായിട്ട് പിരിയുന്നുണ്ട്. ഓക്കെ, that's branches of dendron that is called dendrite. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് നമ്മൾ പറയുന്നത് ഡെൻഡ്രൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആരെയൊക്കെ പരിചയപ്പെട്ടു? നമ്മൾ ന്യൂറോണിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിചയപ്പെട്ടു? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ ആൻഡ് ദെൻ കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി. ഓക്കെ, നമ്മൾ പറഞ്ഞു കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചെറിയ തന്തുക്കൾ, ഷോർട്ട് ഫിലമെന്റ്സ് ആണ് ഡെൻഡ്രോൺ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ തന്തു, കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ലോങ് ഫിലമെന്റിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് മക്കളെ ആക്സോൺ. ഓക്കെ, കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലോങ് ഫിലമെന്റിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. എന്താണ്? ആക്സോൺ. ദെൻ ആക്സോണിൽ അവസാനിച്ചു. നമ്മളിപ്പോ ഒരു മരമായി സങ്കല്പിക്കുമ്പോൾ മരത്തിന്റെ തായ്തടി പോലെയാണ് നമ്മുടെ ആക്സോൺ. ദെൻ ആക്സോണിന്റെ താഴേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, മരത്തിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കുറെ വേരുകൾ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് കുറെ ആക്സോണിന്റെ ബ്രാഞ്ചസിനെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ പറയുന്നത് ആക്സോണൈറ്റ്. എന്താ മക്കളെ? ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റ്. ഓക്കെ, ഇതാണ് ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാല് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ഈസ് കോൾഡ് ആക്സോണൈറ്റ്. ആക്സോണിന്റെ ശാഖകൾ. ദെൻ ആക്സോണൈറ്റിൽ അവസാനിച്ചോ? ഇല്ല, ആക്സോണൈറ്റിന്റെ ടിപ്പില് ചെറിയ മുഴകൾ പോലെയുള്ള ഭാഗം, അതായത് നോബ്ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ പറയുന്നത് സിനാപ്റ്റിക് നോബ്. എന്താണ്?
സിനാപ്റ്റിക് നോബ്. ഓക്കെ, സിനാപ്റ്റിക് നോബ്. ഇപ്പൊ നമ്മള് ഏതൊക്കെ ഭാഗങ്ങൾ പരിചയപ്പെട്ടു? തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഡെൻഡ്രൈറ്റിൽ നിന്നാണ് അല്ലെ? ദെൻ ഡെൻഡ്രോൺ, ദെൻ കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി, ദെൻ ആക്സോൺ, ആക്സോണൈറ്റ്, ദെൻ സിനാപ്റ്റിക് നോബ്. നമ്മൾ പറയാതെ വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്, റെഡ് കളറിലൊക്കെ വരച്ചിട്ടുണ്ട്. നമ്മൾ ആക്സോണിനെ പൊതിഞ്ഞ് ഒരു പ്രത്യേക ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? ഇത് നമ്മുടെ ആക്സോൺ ആണെങ്കിൽ നമ്മളൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതിനിങ്ങനെ കവർ ചെയ്യുന്നത് പോലെ ഒരു പ്രത്യേക തരം സെൽസ്, പ്രത്യേക തരം കോശങ്ങൾ ഇതിനിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതിനെ റിപ്പീറ്റഡ്ലി, അതായത് ആവർത്തിച്ച് ചുറ്റിക്കൊണ്ടിരിക്കും. ആ കോശങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ്, ഷ്വാൻ സെൽസ് അല്ലെങ്കിൽ ഷ്വാൻ കോശം, ഷ്വാൻ കോശം. ഓക്കെ, ആക്സോണിനെ ആവർത്തിച്ച് ചുറ്റുന്ന കോശങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഷ്വാൻ കോശം അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. ഈ ഷ്വാൻ കോശങ്ങൾ ഇങ്ങനെ നമ്മുടെ ആക്സോണിനെ ഇങ്ങനെ ചുറ്റി അവിടെ ഒരു പ്രത്യേക ഷീറ്റ് രൂപപ്പെടുന്നുണ്ട്. ആ ഷീറ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് മയലിൻ ഷീറ്റ്. മയലിൻ ഷീറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റ് ആയ ന്യൂറോണിന്റെ ഘടന എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒരു ഇമ്പൾസ് വരുന്നു അല്ലെ, നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇമ്പൾസിന്റെ ആവേഗങ്ങളുടെ പ്രേഷണത്തെ കുറിച്ചാണ്. ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ, ആവേഗം വരികയാണെങ്കിൽ, ആവേഗം ഫസ്റ്റ് എങ്ങോട്ട് എത്തുക? ഡെൻഡ്രൈറ്റിലേക്ക്. ഡെൻഡ്രൈറ്റ് അതിന് ആർക്ക് കൊടുക്കും? ഡെൻഡ്രോണിന് കൊടുക്കും. ഡെൻഡ്രോൺ അത് കോശ ശരീരത്തിന് കൊടുക്കും. കോശ ശരീരത്തിൽ നിന്ന് അത് ആക്സോണിലേക്ക് എത്തും, ആക്സോണൈറ്റിലേക്ക് എത്തും, ഫൈനലി അത് സിനാപ്റ്റിക് നോബിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പം അടുത്തൊരു ന്യൂറോണിലേക്ക് പെട്ടെന്ന് ഇതിന് പോകാൻ പറ്റുമോ? ഈ സിനാപ്റ്റിക് നോബിൽ എത്തിയ നമ്മുടെ ഇമ്പൾസസിന്, ആവേഗങ്ങൾക്ക് തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് ഇനി എത്തേണ്ടത് അല്ലെ? അതെങ്ങനെയായിരിക്കും എത്തുക? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. സോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്? ഒരു ന്യൂറോൺ. ന്യൂറോൺ എന്താണ്? ന്യൂറോൺ എന്താണ്? ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന യൂണിറ്റിനെയാണ് നമ്മൾ ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശ ശരീരം, ആക്സോൺ, ആക്സോണൈറ്റ് ആൻഡ് സിനാപ്റ്റിക് നോബ്. ഇപ്പൊ ന്യൂറോണിലൂടെയുള്ള ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു കോശത്തിലേക്ക് എങ്ങനെയായിരിക്കും ആവേഗങ്ങൾ പോകുന്നത്? ഇപ്പൊ നമ്മളുടെ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെങ്ങോട്ട് എത്തണം മക്കളെ? തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത കോശത്തിലേക്ക്. അതെങ്ങനെയായിരിക്കും എന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. ഓക്കെ, താങ്ക് യു.